സർക്കാർ സ്കൂളുകളിലെ സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിനും മറ്റും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഹൈക്കോടതി. മതപരമായിട്ടുള്ള പരിപാടിക്ക് സർക്കാർ സ്കൂൾ ഓഡിറ്റോറിയം അനുവദിക്കണമെന്നുള്ള ആവശ്യം തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിരീക്ഷണം. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സുധീഷ, ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തെ എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് സ്കൂളുകളിലെ ഓഡിറ്റോറിയം മതപരമായ ചടങ്ങുകൾക്ക് വിട്ടു നൽകണം, ഇല്ല അവധി ദിവസങ്ങളിലും മറ്റും വിട്ടു നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയിലാണ് ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ ഒരു വിധി വന്നിരിക്കുന്നത്. ഇതിലെ പരാമർശങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഓഡിറ്റോറിയം ആകട്ടെ, മൈതാനമാകട്ടെ, ഇതെല്ലാം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്ന തരത്തിലാവണം, അല്ലാതെയുള്ള ചിന്തകൾ കാലഹരണപ്പെട്ടതാണെന്നതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ഈ രീതിയിൽ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സഹായകരമാവുന്ന രീതിയിൽ മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു തരത്തിലും മത കാര്യങ്ങൾക്കോ ഇല്ലെങ്കിൽ മറ്റ് ഒരു കാര്യങ്ങൾക്കും ഇത് വിട്ടു നൽകാൻ പാടില്ല എന്ന നിർദ്ദേശം തന്നെയാണ് വെച്ചിട്ടുള്ളത്. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ഉയർച്ച പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനാവണം ശ്രമം. ഇത്തരം സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവരുടെ പഠനത്തിന് പ്രതികൂലമാകുന്ന സാഹചര്യത്തിലുള്ള ഒന്നും തന്നെ ഇത്തരം സ്കൂളുകളിലും സ്കൂളിലെ മറ്റ് അനുബന്ധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഓഡിറ്റോറിയം മതപരമായ ചടങ്ങുകൾക്ക് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ട് തന്നെയാണ് ഇത്തരം വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം ഉണ്ടായിട്ടുള്ളതും. വിഷ്ണു, വ്യക്തമാണ്. സുധീഷ് ഗോപാലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.